നമ്മൾ രക്ഷപ്പെട്ടു മോനെ. വണ്ടി പറഞ്ഞെങ്കിൽ ഇതെല്ലാം കൊടുത്ത് റെഡിയായി ഹൈക്കമാൻഡ് കൊടുത്ത് സെക്രട്ടറിനെ കണ്ട് പാർട്ടി ഇതെല്ലാം നിങ്ങളെ കാര്യം എല്ലാം ഓക്കെ. അപ്പൊ പറഞ്ഞു നിൽക്കുന്ന സമയമല്ല എല്ലാം പറഞ്ഞ കുളം കിണറ് റെഡി ബാക്കി ജലം വൈദ്യുതി പരിപാടി എല്ലാം റെഡി. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞോളം തന്നെ ഞങ്ങൾക്ക് റെഡി വണ്ടി എടുക്കാൻ. വാ 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 എന്നെ തന്നെ ഞാൻ കാത്തിക്കുന്നു. അല്ല കണ്ട് പറഞ്ഞേ ചാടിക്കോ 5 കൊല്ലം കഴിഞ്ഞ ഇനി പൊങ്ങല്ലോ. അന്നേരം അറിയാം നമ്മക്ക്. ഇനി എന്തൊക്കെയാ പറഞ്ഞതെന്നാണ് ഓർമ്മ ഉണ്ടോ? അത് ശരിയാ. പണ്ടൊക്കെ ആണുങ്ങൾക്ക് 2-3 കെട്ടണമെന്ന് ആഗ്രഹം. ഇപ്പം പെണ്ണുങ്ങൾക്കും തുടങ്ങി ഈ 3 കെട്ടണമെന്ന്. അല്ലേ ആണുങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് 2-3 കെട്ടാനുള്ള മത്സരങ്ങള്. അതിപ്പോ അറിഞ്ഞൂടായിട്ടൊന്നല്ല. ആരോ വരുന്നുണ്ടല്ലോ. ഇരുവരായിരിക്കും. ഞാൻ ഇവിടെ ഇല്ലാന്നാ പറഞ്ഞേ. പോല ചന്ദ്രട്ടോ പോല ഞാള് പിരിവിലല്ല പോലെ ആ ചന്ദ്രട്ടോ. ചന്ദ്രട്ടാ ഈ പ്രാവശ്യം പുതിയ ഓരോരോ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ പോകുന്നത്. അതെ, നിങ്ങൾ 5 കൊല്ലമായിട്ട് കുറെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി. അതുപോലെയല്ല ഈ പ്രാവശ്യം നിങ്ങൾക്ക് വീട്ടിലേക്ക് ഫ്രിഡ്ജ് 1, 2 വാഷിംഗ് മെഷീൻ 2 ഗ്രൈൻഡർ 2 മിക്സി 2. ഈ കറണ്ട് ഇല്ലാത്ത പൊരയിലേ നിങ്ങൾ എന്ത് ഓലക്കെ തന്നിട്ടുണ്ടാ? അല്ലാത്ത ജാതി ചെല്ലി വാങ്ങി കേട്ട് പോന്നോളി. ചന്ദ്രേട്ടാ നല്ല ഗ്ലാമർ നല്ല കറുപ്പ് നിറാണല്ലോ. ആ ചേച്ചി നല്ല വെളുത്ത് തുടിപ്പിക്കൽ. അതിന്റെ പ്രശ്നം ഇപ്പം ഇവിടെ നടക്കുന്നത്. കറുപ്പ് വെളുപ്പ് ആക്കിയാണ്. എങ്ങനെയുണ്ട് ഞങ്ങളെ വരണം? നോക്കട്ടെ. കിണറ് കുഴിച്ചോ? ഇല്ല. കുളം കുഴിച്ചോ? ഇല്ല. കൊളാക്കരുത്. എന്താ ഞങ്ങളുടെ ഭരണത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്? കഴിഞ്ഞ തവണ ഞങ്ങളെ കോയിനെ തന്നില്ലേ? അത് കുറുക്കൻ ഓർമ്മല്ലോ. ആടിനെ തന്നല്ലോ. ആനയെ തരാൻ വല്ല ഇതുണ്ടോ? ഞങ്ങൾക്കൊരു ആനയാ വേണ്ടത്. ആനയെ ചോദിച്ചപ്പോ എനിക്ക് നല്ലൊരു കാര്യം ഓർമ്മ വന്നു. ആനയെക്കാളും വലിയൊരു വികസനമാണ് എന്റെ നാടിന്റെ ലക്ഷ്യം. കൂടുതൽ വികസനം ഉണ്ടാക്കരുത്. ഇപ്പോഴത്തന്മാർ ഇറങ്ങി പോയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇപ്പം ബാക്കി കൂടി ഞങ്ങള് തരും. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തില് അയ്യടാ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലേ. നമുക്ക് ചുറ്റും ഇതുപോലെ പറ്റിക്കപ്പെടുന്നവരും പറ്റിക്കുന്നവരുമുണ്ട്. പറ്റിക്കുന്നവരെ സമൂഹം തിരിച്ചറിയുക.